ഇന്ന് പറയാൻ പോകുന്നത് സുന്നാമാക്കിയെ കുറിച്ചാണ്. എന്താണ് സുന്നാമാക്കി? നമ്മുടെ മനുഷ്യ ശരീരത്തിലുള്ള വയറിലുള്ള പഴയ കഫങ്ങളെയും പിത്തങ്ങളെയും നീക്കം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ആയുർവേദിക് ഇലയാണ് ഈ സുന്നാമാക്കി. വർഷത്തിൽ 2 പ്രാവശ്യമാണ് സുന്നാമാക്കി കുടിക്കേണ്ടത്. നമ്മുടെ വയർ ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു മരുന്നാണിത്. ഇത് ആയുർവേദ കടയിൽ കിട്ടുന്നതാണ്. നിർബന്ധമായും ഒരു മനുഷ്യൻ വർഷാവർഷം ചെയ്യേണ്ട ഒരു പ്രക്രിയയാണ്. കൂടുതലായിട്ടും മഴക്കാലത്താണ് ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്യാറ്. ഇത് വളരെ സിമ്പിളാണ്. നമ്മുടെ ആയുർവേദ കടകളിൽ നിന്നും സുന്നാമാക്കി വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 20 രൂപേൻ്റെ സുന്നാമാക്കി തരും. അത് ഒരു 3 വ്യക്തികൾക്ക് കുടിക്കാവുന്നതാണ്. കുട്ടികൾക്ക് 1/2 ഗ്ലാസും വലിയവർക്ക് 1 ഗ്ലാസും കുടിക്കണം. ഇത് മൺകലത്തിലാണ് ഇത് വേവിക്കാറ്. സാധാരണ രീതിയിൽ 2 ഘടകങ്ങളാണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത്. സുന്നാമാക്കിയിൽ 2 ഘടകങ്ങളാണ് അടങ്ങിയിട്ടുള്ളത്. ഒന്ന്, സുന്നാമാക്കിയുടെ ഇല. ഈ ഒരു മൈലാഞ്ചി ചെടിയുടെ ഇല പോലെയാണ് ഇത് നിൽക്കുന്നത്. ഇത് പെട്ടെന്ന് കണ്ടാൽ മൈലാഞ്ചി ചെടിയാണ് കരുതും. ഇതൊരു ചെടിയാണ്. ഈ ചെടിയുടെ ഇലയാണ്. നമ്മുടെ കേരളത്തിൽ ഉണ്ടോയെന്നറിയില്ല. കേരളത്തിൽ നിന്ന് പുറത്ത് ധാരാളമായി കൃഷി ചെയ്ത് വരുന്നു. അതുപോലെ തന്നെ കടുക്ക എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും മറ്റേ കടലിലെ കടുക്ക, ഒരു മത്സ്യക്കടുക്ക. അതല്ല, ഇത് സസ്യമാണ്. ഈ സസ്യത്തിൻ്റെ, കടുക്ക എന്ന മരത്തിൻ്റെ സസ്യത്തിൻ്റെ കാഴയാണ് ഈ കാണുന്നത്. ഈ കടുക്കയും ഈ സുന്നാമാക്കിയും സമം ചേർത്ത് നല്ലോണം കഴുകി മൺകലത്തിൽ നല്ലവണ്ണം വേവിക്കുക. ഒരു വൈകുന്നേരം നല്ലവണ്ണം മൺകലത്തിൽ വേവിച്ചതിന് ശേഷം അത് ഒരു പെലച്ച സമയത്ത് കൃത്യം രാവിലെ ഒരു 4 മണിക്ക് ആ വെള്ളം ശരിക്ക് തിളപ്പിച്ചാറിയ വെള്ളം ശരിക്ക് നിങ്ങൾ ഗ്ലാസ്സിൽ കുടിക്കുക. കുടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെയധികം ശോധന കിട്ടുന്നതാണ്. കുടിച്ചൊരു മണിക്കൂർ കഴിഞ്ഞാൽ വളരെയധികം ശോധന കിട്ടുന്നതാണ്. ഈ ശോധന ഒരു 4-5 മണിക്കൂർ തുടരുന്നതാണ്. അതുകൊണ്ട് വീട്ടിലുള്ള എല്ലാവരും ഒരുമിച്ച് കുടിക്കരുത്. സെപ്പറേറ്റ് ഓരോ ദിവസമായി ഇടവിട്ട് കുടിക്കണം. ഇത് കുടിച്ച് കഴിഞ്ഞാൽ ഇതിലെ മനുഷ്യ ശരീരത്തിലെ പഴയ അഴുകിയ എന്നല്ല, പഴയ നമ്മൾ ശോധനയായി പോകാത്ത പല സംഗതികളും മനുഷ്യ ശരീരത്തിലുണ്ട്. അത് കംപ്ലീറ്റ് പോകുന്നതാണ്. പോയി കഴിഞ്ഞാൽ 2 ഗുണമാണ്. ഒന്ന്, സൗന്ദര്യം വർദ്ധിക്കും. 2, രക്തം ശുദ്ധീകരിക്കും. പൂർവികന്മാർ ഇത് നിർബന്ധമായും പണ്ടുകാലത്ത് ചെയ്തിരുന്നു. ഇപ്പോഴത് ചെയ്യുന്നില്ല. നമ്മുടെ നാട്ടിൽ പല മാർഗങ്ങളും ശോധനയ്ക്കുണ്ട്. ഗുളിക രൂപത്തിൽ കിട്ടാനുണ്ട്. പക്ഷേ ഗുളികയെക്കാട്ടിലും കൂടുതൽ ഫലം നമ്മുടെ ഈ സുന്നാമാക്കിക്കാണ് കിട്ടുന്നത്. അതുകൊണ്ട് നിങ്ങൾ വർഷത്തിൽ 2 പ്രാവശ്യം ഇത് ചെയ്യേണ്ടതാണ്. കുട്ടികൾക്ക് 1/2 ഗ്ലാസ് കൊടുക്കണം, കൂടുതൽ കൊടുക്കാൻ പാടില്ല. എന്നതിന് ശേഷം ഒരു പെലച്ച 4 മണിക്ക് കുടിച്ചതിന് ശേഷം വളരെയധികം ശോധന വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത് ഒരു ഉച്ച സമയം 2-2:30 സമയത്ത് ഇത് ക്ലീൻ ചെയ്ത് പോകുന്നതാണ്. അതിനുശേഷം നിങ്ങൾ ഉപ്പ്, ഈ ശോധന നിൽക്കാൻ വേണ്ടി ഉപ്പിട്ട കഞ്ഞിവെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഇത് നിൽക്കുന്നതാണ്. അതുകൊണ്ട് ശോധന കംപ്ലീറ്റ് പോയതിനു ശേഷം നിങ്ങൾ ഇത് പെട്ടെന്ന് നിങ്ങൾ ആഹാരം കഴിക്കരുത്. നിങ്ങൾ ഉപ്പിട്ട കഞ്ഞിവെള്ളം കുടിക്കുക. കുടിച്ച് ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഇത് വർഷാവർഷം ചെയ്യേണ്ടതാണ്. നമ്മുടെ മനുഷ്യ ശരീരത്തിലെ വയറിനുള്ളിൽ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ ഒരുപാട് ദഹിക്കുന്നതും ദഹിക്കാത്തതുമായ ഒരുപാട് അസിഡിറ്റികളുണ്ട്. അതെല്ലാം ക്ലീൻ ചെയ്ത് പോകണമെങ്കിൽ ഈ ഒരു പ്രക്രിയ ചെയ്തേ പറ്റൂ. അത് നമുക്ക് വളരെയധികം ആരോഗ്യത്തിൽ ഗുണം ചെയ്യും. ഇത് പ്രധാനമായും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, മൺകലത്തിൽ വേവിക്കുന്ന സമയത്ത് നല്ലവണ്ണം കഴുകിയതിന് ശേഷമാണ് നിങ്ങൾ മൺകലത്തിൽ നല്ലവണ്ണം വേവിക്കേണ്ടത്. ഈ സുന്നാമാക്കി ഇട്ടതിന് ശേഷം ഒരു എത്രയാണോ നിങ്ങൾക്ക് വെള്ളം വേണ്ടത് ആ വെള്ളം നിങ്ങൾ അതിലൊഴിച്ച് നല്ലവണ്ണം തിളപ്പിക്കണം. തിളപ്പിച്ചതിന് ശേഷമാണ് നിങ്ങളിത് ഉപയോഗിക്കാറ്. ഇത് മഞ്ഞപ്പിത്തം പിടിച്ചു കഴിഞ്ഞാൽ, മഞ്ഞപ്പിത്ത രോഗികൾക്ക് ഈ ഒരു പ്രക്രിയ ചെയ്ത് കഴിഞ്ഞാൽ ഉള്ളിലുള്ള മഞ്ഞ കഫങ്ങളും പിത്തങ്ങളും എല്ലാം പോകുന്നതാണ്. ഇത് നിങ്ങൾക്ക് അനുകരിക്കേണ്ടതാണ്. അതുകൊണ്ട് നിങ്ങൾ ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, പുതിയ ഇലയാണോ എന്ന് നോക്കണം. നിങ്ങൾ വാങ്ങുമ്പോൾ പുതിയ പഴയ ഇല ഉപയോഗിക്കരുത്. അതുകൊണ്ട് ഈ സുന്നാമാക്കിയുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഈ ശോധന
കുട്ടികൾക്ക് ചെയ്യുന്ന ഒരു പ്രക്രിയ മാത്രമാണിത്, അല്ലാതെ വേറൊരു കാര്യത്തിനും ഇത് പറ്റുകയില്ല. അതുകൊണ്ട് ഇത് കുടിക്കുന്ന സമയത്ത് ഭയങ്കര കയ്പ്പാണ്. അതുകൊണ്ട് ശർക്കരയും കൂട്ടി കുടിക്കുക. എന്നെങ്കിൽ നിങ്ങൾക്ക് കയ്പ്പ് കുറച്ച് കുറയുന്നതാണ്. അല്ലെങ്കിൽ കുടിക്കുന്ന സമയത്ത് കണ്ണും മുറുക്കി ചുമ്പി കുടിക്കുക. എന്നാലും നിങ്ങൾക്ക് കുറേ കയ്പ്പിനെ മറികടക്കാൻ കഴിയുന്നതാണ്. ഇത് വാസനിക്കുമ്പോൾ തന്നെ നല്ല കയ്പ്പാണ്. അതുകൊണ്ട് നിങ്ങൾ പ്രധാനമായും വർഷാവർഷം ഇത് ചെയ്യേണ്ടതാണ്. ഓക്കെ, താങ്ക് യു.